എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പടച്ചവൻ തന്ന ഈ ഒരു അല്പമായ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിൽ ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ഈ ദർശനം തടസ്സമാണെങ്കിൽ ഇതെന്ത് കാരുണ്യത്തിന്റെ ദർശനമാണ്? ഇതിനെയാണോ സമാധാനം എന്ന പേരിൽ, ഇസ്ലാം എന്ന പേരിൽ നിങ്ങൾ വിളിച്ച് പരിചയപ്പെടുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, നിങ്ങൾക്കൊരു പക്ഷേ ഇത് സമാധാനവും ശാന്തിയും നൽകുന്നുണ്ടാവും. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണിമാളികകൾ പണിയാനും സുഖലോലുപതയിലുള്ള ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത് വിറ്റാണ് കോടികൾ സമ്പാദിച്ച് സുഖലോലുപതയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവം വിശ്വാസികളുടെ അടുത്തുനിന്ന് സംഭാവന മേടിച്ചിട്ടാണ്, അവരുടെ പൈസയിൽ നിന്നൊരു ഓഹരി തന്നിട്ടാണ് നിങ്ങളൊക്കെ ശമ്പളം കൈപ്പറ്റി സുഖലോലുപതയിൽ ജീവിക്കുന്നത്. ആ സമയത്തും നിങ്ങൾക്ക് ശമ്പളം തരുന്നതിന് വേണ്ടി ആ പാവപ്പെട്ട അന്നന്ന് വരുമാനത്തിൽ ജീവിക്കുന്ന ആ സഹോദരി സഹോദരന്മാർ എടുത്തു തരുന്ന പൈസയില്ലേ, അതിൽ അവരുടെ കണ്ണീരിന്റെ ഉപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അത് വെച്ചാണ് സുഖലോലുപതയിൽ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മൗലവിമാരെ, ഉസ്താദുമാരെ, അവസാനിപ്പിക്കണം. നിങ്ങൾ അധ്വാനിച്ച് എവിടെയെങ്കിലും പോയി കൂലിപ്പണിയെടുത്ത് ജീവിക്കണം, അല്ലാതെ മതം വിറ്റിട്ടല്ല. അതേത് മതസ്ഥനിലെ ഈ പറയപ്പെട്ട പുരോഹിത വർഗമാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക. പാവപ്പെട്ട ആളുകൾ, വിശ്വാസികളെ ദൈവത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഊറ്റുകയാണ്. ഈ ഊറ്റൽ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ തലമുറ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പറയുന്ന ആത്മീയതയും പ്രത്യേക കാരുണ്യവും പ്രത്യേക സമാധാനവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചറിയുന്ന നാളുകളാണ് ഈ വരാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങളോട് എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, സത്യവും നീതിയും ധർമ്മവും ഒന്നുമില്ലാതെ നിങ്ങൾ പരസ്പരം പോരടിച്ച് പരസ്പരം മുശിരിക്കും കാഫിറൊക്കെ ആക്കിയിട്ട് നിങ്ങൾ നേടുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുക. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ ബുദ്ധനോ യഹൂദയോ ഒന്നുമല്ല, മനുഷ്യനായി ജീവിക്കുക. നിങ്ങൾ മനുഷ്യനായി ജീവിച്ചത് ഒരു ദിവസമാണെങ്കിലും അന്ന് മാത്രമാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെന്തെങ്കിലുമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചതായി രേഖപ്പെടുത്തുകയില്ല. അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കണം. നിങ്ങൾ വിശ്വസിച്ചോളൂ, ദൈവവിശ്വാസിയായിക്കോളൂ, മതവിശ്വാസിയായിക്കോളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ഈ മഹാരാജ്യം നമുക്കെല്ലാവർക്കും അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ, അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരൽപ്പം മനുഷ്യത്വം നിങ്ങളുടെ മനസ്സുകളിലില്ല. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വെറും അഭിനയങ്ങൾ മാത്രമാണെന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പുതിയ തലമുറ നിങ്ങളുടെ ഈ കാപട്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ വെക്കൊണ്ടെടുത്ത് വെച്ചിട്ടുള്ളത്.